എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ അതേ രുചിയിലുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ്. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, നാണ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു പനീർ ബട്ടർ മസാല നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂണൊക്കെയും കുറവില്ല, അതായത് ഒരു 2 നുള്ളി ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 ഗ്രാമ്പും ഒരു ഏലയ്ക്കും ചെറിയൊരു കഷ്ണം പട്ട കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു ബേ ലീഫ് കൂടെ കട്ട് ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് സവാള കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഈ ഒരു സവാള ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം വേണം കേട്ടോ തക്കാളി ചേർക്കാനായിട്ട്. ഞാനിവിടെ 2 തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളി എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള നല്ല കളറോട് കൂടിയിട്ടുള്ള തക്കാളി വേണം കേട്ടോ എടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള തക്കാളി സവാളൊക്കെ നല്ലോണമൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം കേട്ടോ. അതല്ലെങ്കിൽ കാശ്മീരി മുളകായാലും മതി. സാധാ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര കളർ കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ വേണം ചേർക്കാൻ. ഇതിലേക്കൊരു 6-7 കാഷ്നട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. നന്നായിട്ട് ചൂടാറിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു ബ്ലെൻഡറിൻ്റെ ജാറിൽ കണ്ടിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ആ ഒരു കടായിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് അരച്ചെടുക്കണത്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർക്കുക. ബട്ടർ ചേർത്ത് നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് 200 ഗ്രാം അളവിൽ പനീർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ അരിക്കാണ്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഒരു ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം നമ്മൾ ആ ഒരു മസാല ഒക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാര ചേർക്കുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവട്ടെ ഈ ഒരു കറിക്ക്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കറിയൊക്കെ ഒന്ന് വറ്റി വരും വേണം. അതുപോലെ തന്നെ പനീറൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മൂടിയൊക്കെ തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ, വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം കസൂരി മേത്തി കൂടെ ചേർക്കാം. ഇതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുക. അപ്പോൾ കുറച്ച് കസൂരി മേത്തി ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ചതിന് ശേഷം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ മാത്രം ഒരല്പം മല്ലിയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കട്ടെ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.